ഞാൻ സ്വന്തമായിട്ടേ ഉണ്ടാക്കുള്ളൂ. ഇതാ ഇപ്പം ഞാൻ പോയപ്പോൾ ഡോക്ടർ എന്നെ അന്തം വിട്ടു ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഇങ്ങനെ കുറച്ചത്? എൻ്റെ ആ കഞ്ഞിയും എൻ്റെ ഈ ഇതുമാണ്. എൻ്റെ ബുജിക്കറിയാം. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകണം. ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചത് എങ്ങനെയാണ് കുറച്ച്, ഈ 3 മാസം എങ്ങനെയാണ് കുറച്ചെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചേ. ചായയിലല്ല, നമ്മൾ കോഫിയില്ലേ, നമ്മൾ ബ്ലാക്ക് കോഫി കുടിക്കൂലേ, ഞാൻ പഞ്ചസാര ഇല്ലാതെ ബ്ലാക്ക് കോഫി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കലക്കി കുടിക്കണം, അല്ലെങ്കിൽ പാലങ്ങോട്ട് കാച്ചിട്ട് അതിന് കലക്കി കുടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം അങ്ങോട്ട് അനത്തിയിട്ട് അതിൽ കലക്കി അങ്ങോട്ട് കുടിക്കണം. മച്ചി പൊന്നു പറടാ, ഇതൊരു ബിസിനസ് ആക്കി മാറ്റി. പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ മുരിങ്ങയില എടുത്തൊന്നും ബിസിനസ് ആക്കാണ്ട്. പക്കത്ത് എവിടെയാ ഖലീഫെ? ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്കത്ത് എവിടെയാ? ഷോമി ഹന്ന. അന്നായി കാണിച്ചപ്പോൾ നല്ല രസമായിരിക്കും. തറയിൽ ഇങ്ങനെ കിടക്കുക. പാലിൽ ചേർത്ത് കുടിച്ചാൽ ഛർദിക്കില്ലേ? ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരിക്കും, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കോഫിയിലിട്ട് പിന്നെ ആദ്യമൊക്കെ കശർപ്പുണ്ടാവുകയാണെങ്കിൽ എന്തോന്ന് അറിയാമോ, ചെറിയ നാരങ്ങയും കൂടെ പിഴിച്ചു, പകുതി ഹാഫ് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കുടിച്ചാൽ എന്തൊരു മഞ്ച് ഫിൽറ്റർ ഉയരും. എൻ്റെ പൊന്നു സുധി, നീ ഈ ലൈവിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഇത്രയും മൊഞ്ചാണെന്നൊന്നും അവരുടെ ചെന്ന് പറയരുത് കേട്ടോ. ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഇതിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഫിൽറ്റർ തന്നെയാണ്. പക്കത്ത് എവിടെ അറിയാം? എൻ്റെ നാടാണ് മുരിങ്ങയില. എൻ്റെ ഇവിടെ ഉണ്ട് കുറേ. നിനക്കാണെങ്കിൽ ഭുജിക്കൊക്കെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. കല്ലേ, നിങ്ങളൊക്കെ എൻ്റെ മക്കളല്ലേ. പക്കത്ത് നിലയ്ക്കാമൊക്കറിയാം, അതിൻ്റെ അപ്പുറത്തൊക്കെയറിയാം. പക്കത്തല്ല, ഞാൻ അറ്റിങ്ങിലോ. കടയ്ക്കാവൂരറിയാം, കടയ്ക്കാവൂർ എനിക്ക് ഫ്രണ്ടുണ്ട്. നീ കുറച്ച് പൊടി ഉണ്ടാക്കി വെക്കുമ്പോൾ ചിലവ് തരാൻ പറയാം. എനിക്കിതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഞാൻ പിന്നെ ലുലുന്ന് കുറേശ്ശെ മേടിച്ച് ചെയ്യുന്നേ. അല്ലാണ്ട് എനിക്കൊക്കില്ല. പോയേ ഉമ്മച്ചി, ഡേ കാല് മുറിയും. ഉമ്മച്ചി ഓയ് കറാങ്കള അറ്റിങ്ങൽ. യെസ്, കലേ അറ്റിങ്ങൽ. അതുകൊണ്ടല്ലേ എനിക്കറിയാവുന്ന നാടായോണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ഇനി എൻ്റെ ജംഷിയ വണ്ണം. ആറ്റിങ്ങൽ എവിടെയാണ്? ആറ്റിങ്ങൽ എവിടെയാണ് ചേച്ചിയോ? എടാ ഫിൽറ്റർ ഓക്കെ, പക്ഷെ അതിനും ഒരു പരിധി ഉണ്ടല്ലോ. സൗന്ദര്യം ഉള്ളത് കൊണ്ടല്ല ഫിൽറ്റർ അല്ല. ഇതാരാ? മിർസ പൊട്ടച്ചിറ അല്ല മോനെ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്നൊരു കാര്യം പറഞ്ഞു. ഞാൻ ഈ ലൈവിലിരിക്കുന്ന ഒരു പെണ്ണിനെ എനിക്കറിയാം. ഭയങ്കര സുന്ദരിയാണ്. ലൈവിന് എന്തോരു സൗന്ദര്യമാണെന്ന് അറിയാമോ? എനിക്ക് നേരിട്ട് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അല്ലമ്മച്ചി ഓയ്, നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹം. കാരണം അത്രയും സൗന്ദര്യം ഉണ്ടല്ലോ ആ പെൺകുട്ടിക്ക്. പെൺകുട്ടിയല്ല, എൻ്റെ ഏജുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ ചങ്കിടിഞ്ഞു. ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ ഞാൻ നേരിട്ട് പുള്ളിക്കാരിയെ കണ്ടിട്ട് എൻ്റെ ചങ്കിടിഞ്ഞു. അതൊന്നും ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. നിങ്ങളെവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ അടിപൊളി. ആറ്റിങ്ങൽ ആലങ്കോടാണ് ഞാൻ. സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ആലോചിച്ചു, പടച്ചോനെ ഫിൽറ്ററിന് ഇത്രയ്ക്കും കഴിവുണ്ടാന്ന് ഞാൻ ചിന്തിച്ചു. ഇത്രയ്ക്കും ഫിൽറ്ററിന് പോലെ പടച്ചോനെ നമ്മൾ കല്യാണം കഴിച്ചത് നന്നായി. പള്ളുമുക്കിലുള്ളതാണ്, അല്ല ആലങ്കോടുള്ളതാണ്. ഏട്ടാ ശരിക്കും എനിക്ക് ഫിൽറ്റർ ഇല്ലാതെ കാണിക്കണമെന്നുണ്ട്. ആണ്ടാ, ഞാൻ ഫിൽറ്റർ ഇല്ലാതെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു. ഇതാണ് ആദ്യം ഫസ്റ്റ് വരുന്നില്ലേ, അതാണ് ഞാൻ. എന്താ വിശേഷം? അൻസി സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ക്ലാസിക് അറിയാമോ? ക്ലാസിക് ഷോറും അത് പിന്നെ അറിയാൻ വയ്യാഞ്ഞത്. പക്ഷെ നിങ്ങൾ പൊളിയാണ് കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മച്ചിക്ക് ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. എൻ്റെ പൊന്നുമോൻ എന്നെ കണ്ടിട്ടുണ്ട് അല്ലേ ബുജി? എൻ്റെ ചുണ്ടനാണ്. ഇവിടെ മൊത്തം കഷ്ടപ്പാടാ. പാവം എൻ്റെ ചെക്കൻ.
സൂപ്പർ. എടാ മാഷേ ഇതിലും ഉണ്ട് ഭംഗി, അതാണ് ഞാൻ പറഞ്ഞ ഫിൽറ്ററിന് പരിധി. ചെകുത്താൻ മാസ്റ്റർ, ചെകുത്താൻ, കണ്ണും കാണാൻ വയ്യ, ലാസർ. ഹായ് ചെകുത്താനെ. ചെകുത്താനൊന്നും പേരിടണ്ട. എന്താ പറയുക, നമ്മളാരും മോശമായിട്ട് പറയുന്നത് എന്തിനാ നമ്മളായിട്ടൊരു വഴി വെച്ച് കൊടുക്കുന്നത്? മക്കളെവിടെ ഉണ്ട്? ആറ്റിങ്ങൽ HDFC വർക്ക് ചെയ്യുന്ന ഭാസ്കരൻ അച്ഛനറിയോ? വയസ്സലേ. ആ സുൽത്താനെ ഗെയിമിലടാ. പൈനു ഓയ് ഡെയിലി എക്സസൈസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഷുഗർ പ്രശ്നമില്ല. ഡെയിലി എക്സസൈസ് ഇല്ല, പക്ഷെ ചെയ്യണം. ബോക്സ് ഓൺ വെച്ച് ഒരു ചൊറുക്കിൻ്റെ കട്ടെ ഓയ്. പിന്നെ വേറെ എന്ത് ഇടും? ആദ്യം ഷെയ്ത്താൻ എന്നാണ് ഇട്ടത്.